കൊച്ചിയിൽ ട്രെയിൻ തട്ടി മരിച്ചയാളുടെ പണം കവർന്ന പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ആലുവ എസ് ഐ യു സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആലുവ സ്റ്റേഷൻ പരിധിക്ക് വെച്ച് ഒരു ട്രെയിൻ തട്ടി ഒരു ഇതര സംസ്ഥാനക്കാരൻ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം പോലീസ് വന്ന് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന ഇതര സംസ്ഥാനക്കാരന്റെ ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഇതര സംസ്ഥാനക്കാരന്റെ മരിക്കുന്ന സമയത്ത് ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ ഏതാണ് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ച് പോലീസ് ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു ഏകദേശം 3000 രൂപയുടെ കുറവുണ്ടായിരുന്നു. ബന്ധുക്കൾ ഈ ഒരു 3000 രൂപയുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷം പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ സമയത്താണ് ഈ ട്രെയിൻ തട്ടി മരിക്കുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ പോലീസിന്റെ നടപടിക്രമങ്ങളുടെ സമയത്തുള്ള CCTV ദൃശ്യമൊക്കെ നോക്കിയെടുക്കുമ്പോൾ വ്യക്തമായിട്ട് ആ ഒരു 3000 രൂപ എങ്ങനെ പോയി എന്നുള്ളത് പോലീസിന് മനസ്സിലായത്. പക്കായിട്ട് പറയുകയാണെങ്കിൽ ആലുവ ASI ആ 3000 രൂപ മളക്കി. ഡിപ്പാർട്ട്മെന്റിന് വരെ നാണം കെടുത്തിരിക്കുകയാണ് ഈ ആലുവ ASI യു സലീം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മരിച്ച ഒരാൾ, ഒരു ജീവനുള്ളത് പോട്ടെ, ഒരു മരിച്ച ഒരാളോട് ഒരു മനുഷ്യത്വം കാണിക്കാത്ത ഒരു വൃത്തികെട്ട പോലീസുകാരൻ അതൊരു 3000 രൂപക്ക് വേണ്ടിയിട്ട് ഇത്ര ചെറ്റത്തരാണ് കാണിച്ചത്. ഇപ്പോൾ കൊച്ചി റൂറൽ SP അദ്ദേഹത്തിന് സസ്പെൻഷൻ ചെയ്തു. ഇത്രയ്ക്ക് വൃത്തികേട് ചെയ്തവനെ സസ്പെൻഷൻ, ഇതിനൊക്കെ ഡിസ്മിസ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ അവനെ കള്ളനാക്കി മുദ്ര കുത്തി ന്യൂസിലൊക്കെ കാണിച്ച്, ഞാൻ പറഞ്ഞില്ല സാധാരണക്കാരനാണെങ്കിലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ സസ്പെൻഷൻ ഒതുക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് മാത്രമാണ്. ശമ്പളമായിട്ടും കിമ്പളമായിട്ടും അണ്ണാക്കികൾ നന്നായി തിരികുന്നുണ്ട്, എന്നിട്ടും പണവെറി, ചെറ്റത്തരം.